ഹോളിഡേയിലാണ്. നമ്മൾ വാന്തയിലാണുള്ളത്. പ്രിയാൻ്റിയുടെയും നിതിലങ്കലിൻ്റെയും വീട്ടിൽ. SRP നമ്മുടെ അടുത്ത് 2 ദിവസം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവരുടെ അടുത്തോട്ട് നമ്മുടെ സ്കീ ഹോളിഡേയ്സ് ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇവർ രാവിലെ നല്ല പണിയിലായിരുന്നു അവർക്ക്. അതുകൊണ്ട് ഇതേ അൽഫോൻസ, ഞാൻ ഇവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളപ്പം കോമാർക്കറ്റിൽ നടന്നു പോയി നിങ്ങൾ മേടിച്ചോ. ഓക്കെ? അതോ ഇനി അൽഫോൻസിനും വേറെ വേണോ? ഇവിടെ വിന്റർ ഹോളിഡേ ആഘോഷിക്കേണ്ടിയിട്ട് നമ്മൾ ഹെൽസിങ്കിയിൽ വന്നിരിക്കുന്നതാണ് എസ്സയുടെ വീട്ടില്. ഇവന്മാര് ഭയങ്കര പണിയാണ് ഇവിടെ. നോക്കിയേ, ഇവിടെ പ്രിയാൻ്റെ ഇവിടെ ഇരിക്കുന്നു, ഷീനാമ്മ ഇവിടെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്യുന്നു. നല്ല വെതറാണ് ഇന്ന്. നല്ല സണ്ണി ഡേ ആണ്. ഇതാണ് നമ്മുടെ പീക്കുവിന് ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടിരിക്കുകയാണ്. ഇവിടെ തണുപ്പ് രാജ്യമായതുകൊണ്ട് നമുക്ക് ഇവർക്ക് ചൂട് എക്സ്ട്രാ ഹീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇതുണ്ടാക്കി. ഇതാണ് അവരുടെ കൂട്. കൂടിനകത്തുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അവരതിനകത്താണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെയാണ് ഷീനാമ്മയും പ്രിയാൻ്റിയും കൂടെ ഭയങ്കര പ്ലാനിങ് ആണ്. അവരേത് സിനിമ കാണണം. അവർ മികായലും അവിടെ പുറത്ത് കളിച്ചോണ്ടിരിക്കുന്നു. സ്കീയിങ്ങിനൊക്കെ പോകേണ്ടിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2 സ്കീയിങ്ങുകാർ ആണ് ഈ ഇരിക്കുന്നവർ. എല്ലാം എടുത്തു കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്കീ ഹോളിഡേയ്സിൽ സ്കീ ചെയ്ത് പോകാമെന്നുള്ള പ്ലാനിനൊക്കെയാണ്. പ്രിയാൻ്റിയാണ് ഇതിൻ്റെ ഓർഗനൈസർ, കംപ്ലീറ്റ് ഓർഗനൈസർ. ഷീനാമ്മയും അത് പോകാൻ വേണ്ടി നമുക്ക് പറ്റിയ സ്കീ സെറ്റൊക്കെ എടുത്ത് റെഡിയാക്കാണ്. അപ്പൊ അതന്നെ നല്ല ചിക്കൻ്റെ മണം. പ്രിയാൻ്റി കൊതിപ്പിക്കുവാണോ? അല്ലേ? അതെ, സ്കീ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് അൽഫോൻസും മികായലും SRPയും കൂടെ അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അവരവിടെ എന്തോ മഞ്ഞുകൊണ്ട് ഉണ്ടാക്കുവോ. ഞങ്ങളുടെ സ്കീ ഹോളിഡേസ് ഈ തവണ അതുകൊണ്ട് വാന്തയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇതിനേതാണ് ഷീനാമ്മയ്ക്ക് പറ്റിയത്? എന്താ അതിന് പറ്റിയ ഷൂവും കൂടെ നോക്ക് ഉണ്ടോന്ന്. അതിന് പറ്റിയ ഷൂടെ കണ്ടുപിടിക്കുക ഷീനാമ്മ. അങ്ങനെ അവരുടെ വിന്റർ പ്രൊജക്റ്റ് ആയിരുന്നു. മികായൽ റെഡി ആയോ? അമ്മമാര് തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ. ഓടാ. ഓഹോ, അമ്മമാരുടെ 1 മണിക്കൂറത്തെ അധ്വാനമാണിത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ നാട്ടിൽ നമ്മൾ ചെളിക്കകത്ത് മണ്ണിനകത്ത് കളിക്കുന്ന പോലെ ഇവർക്ക് ഇത് തണുപ്പത്ത് ആവശ്യത്തിന് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര രസമാണ് ഇങ്ങനെ മഞ്ഞിനകത്ത് കഴിക്കാൻ. അൽഫോൻസിന് ഇഷ്ടമാണോ മഞ്ഞിനകത്ത് കളിക്കാൻ? അൽഫോൻസിന് ഈ മഞ്ഞിനകത്ത് ഇങ്ങനെ കിടക്കാൻ ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് കൈയും കാലും ഒക്കെ തണുക്കാതിരുന്ന് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ മഞ്ഞിനകത്ത് കളിക്കുകയോ മഞ്ഞിനകത്ത് സ്പെൻഡ് ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്ക് പുറത്ത് ഇത് മെയിനായിട്ട് നമ്മൾ സമ്മർ ടൈമിലാണ് ഗ്രില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങളൊരു നടപ്പിന് വേണ്ടി പ്രിയാൻ്റിയും ഷീനാമ്മയും റെഡി ആയിട്ടിരിക്കുകയാണ്. ഷീനാമ്മ റെഡിയാണോ പോകാൻ? ഇതാണിതാ അൽഫോൻസ് വലിയൊരു ഊഞ്ഞാലേ കിടന്ന്. അൽഫോൻസ് ഐത്തിയാണ്ട് ഇതേ കുരങ്ങൻ. നമുക്ക് ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. പിന്നെ അത് ശരിയായി ഷീനാമ്മ, അത് ഡെഫിനറ്റ്ലി എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്യുക. ഒരാൾ തന്നെ പൊങ്ങാൻ നോക്കിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതാ സപ്പോർട്ടർ പുറകിന്ന് പൊക്കി കൊടുക്കുന്നു. അതന്നെ, സുഹൃത്തുക്കൾ ഏത് ആവശ്യം നേരത്തും. ബാ നമുക്ക് നടക്കാൻ പോവാം നടക്കാൻ. ബാ പിള്ളേരെയും കൊണ്ട് നമുക്ക്. ഇതാണ് നിതിലങ്കലിന്റെയും പ്രിയാൻ്റിയുടെയും വീട്. നമ്മളിത് പ്രിയാൻ്റിയുടെ ഡയറക്ഷനിൽ നടക്കാൻ വേണ്ടി പോവാണ്. ഉച്ചയായപ്പോഴാണ് നിങ്ങൾ മോർണിംഗ് വാക്കിന് പോണേ. നല്ല ഫോറസ്റ്റിൽ കൂടെ നല്ല ഒരു വൈബാണ് കേട്ടോ. നമ്മൾ സ്ഥിരം നടക്കുന്ന സ്ഥലം അല്ലാതെ ഒരു സ്ഥലത്തൂടെ വന്ന് വീണ്ടും ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് പിള്ളേർ ഇതേ അങ്ങേയറ്റത്ത് അവരിന്ന് രാവിലെ മുഴുവൻ പുറത്ത് കളിച്ചേക്കുന്നുണ്ട്. അവർക്ക് ബർഗർ കഴിക്കാൻ പൈസ കൊടുത്ത് അവരങ്ങനെ ബർഗറൊക്കെ കഴിക്കേണ്ടിട്ട് പോവാണ്. ഇവരേതാണ്ട് എന്നെ കുറിച്ച് കമന്റ് ഒക്കെ പറയുന്നുണ്ട്. പ്രിയാൻ്റി കാട്ടിൽ ലോസ്റ്റ് ആയാൽ തീർന്നു. പ്രിയാൻ്റിയുടെ സ്പെഷ്യൽ ചിക്കനാണ്. കണ്ടിക്ക് പ്രിയാൻ്റി. ആഹാ, നല്ല ജ്യൂസി ആയിട്ടുണ്ട്.
ഇപ്പൊ ഹോളിഡേയില് വന്നിട്ട് ഷീനാബ കഴിക്കാൻ പാ ഷീനാമ്മ ഫോണിലാണ്. ഇത് നമ്മുടെ 2 പക്ഷിക്കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഇതെല്ലാം അതിനെ ഫീഡ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമാണ് കാണാൻ. അപ്പനും അമ്മയും. മഞ്ഞക്കിളിയാണ് അമ്മ, ആ വെള്ളക്കിളിയാണ് അപ്പൻ. Is that late? Ja, hallo hoppas. Nu Thomas lite kul ihan att jag vet han använder på ihan hål. പീക്കോ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനിയാട്ടോ. പീക്കോന് ഭയങ്കര കംഫർട്ടബിൾ ആണെങ്കിലും എങ്ങനെ ഇരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. പുള്ളിക്കാർ നമ്മുടെ മാലയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നമ്മൾ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കാപ്പി ഉണ്ടാക്കുന്നതെല്ലാം പീക്കോ. ഇവിടെ 2 പേര്, ഒരാൾ പൊറോട്ട ഉണ്ടാക്കുന്നു, ഒരാൾ കാപ്പി ഉണ്ടാക്കുന്നു. പീക്കോ ഇതായിട്ട് പാലയെല്ലാം കൂടെ തെറ്റുന്നു. പീക്കോ ഇപ്പം മെറ്റേണിറ്റി ലീവിലാണ് അല്ലേ ഇതിലെ? മെറ്റേണിറ്റി ലീവിലാണ്. ഞാനതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പോസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും ആവശ്യമായിട്ടായിരുന്നു കഴിക്കുന്നതെന്ന്. ഇതിൽ പൊറോട്ട കഴിച്ചപ്പം പീക്കോന് പൊറോട്ട കൊടുത്താൽ നീ പീക്കോ അതെ ഇരുന്ന് ഞരണ്ടി തിന്നുന്നുണ്ട്. കഴിച്ചോ കഴിച്ചോ. നമ്മൾ ആരെങ്കിലും കഴിക്കുമ്പം പുള്ളിക്കാരുടെ വീഡിയോ എടുക്കുന്ന പുള്ളിക്കാർക്ക് അത്ര ഇഷ്ടമില്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്കീ പ്രാക്ടീസ് ചെയ്യേണ്ടിയിട്ട് വന്നാണ്. എല്ലാവരും ഇതാ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിയാ പിള്ളേരെന്തിയേ? അന്നേരം ഇതാ സ്കീയിങ് സെൻറ്ററിൽ വന്നപ്പോൾ ഒരു അടിപൊളി രസം. എല്ലാവരും കുറേ ഈ സ്നോമാനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഏതോ പിള്ളേരുണ്ടാക്കി തന്നു കേട്ടോ, ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതാ നമ്മൾ ഈ പായ കിടന്ന് ഉരുണ്ടിട്ടിട്ട് പോവാണ്. ഇതിൽ മാവിനും പ്രിയാൻ്റിയാണ് ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മളിതാ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാ പോലെയുള്ളതൊക്കെ കയറി ഇരുന്നിട്ട് ഇതേ അങ്ങ് താഴോട്ട് ഓൾമോസ്റ്റ് ഒരു 200 മീറ്റർ ഉണ്ട്. അങ്ങ് അകലയിലോട്ട് നമ്മൾ സ്ലൈഡ് ചെയ്ത് പോവാണ്. ഇതാണ് ഇനി പ്രിയാൻ്റിയുടെ ഊഴം. ആ, പ്രിയാൻ്റി ഷീനാമ്മയും കൂടെ. ആ, പ്രിയാൻ്റിയെ കെട്ടിപ്പിടിച്ചിരുന്നോ? ഇതിലങ്ങളാണ് ഇൻസ്ട്രക്ടർ. ആ, ഷീന അങ്ങോട്ട് ബ്രേക്ക് പിടിച്ചാ പോണ്. അവരങ്ങ് പോയല്ലോ. ഷീനാമ്മയ്ക്ക് ഒരു ചലഞ്ച് കൊടുത്തിരിക്കുകയാണ്. താഴേന്ന് ഇവിടം വരെ ഓടി കയറണമെന്ന്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓട്ടം? ആ, എൻ്റെ വരെ നിങ്ങൾ പോയോ? ആ, ഷീനെ നിർത്താതെ അവിടെ. ആ പഴയ ശുഷ്കാന്തി ഇല്ലല്ലോ. നല്ല ഡൗൺ ആണ്. ഒരു 200 മീറ്റർ ഉണ്ട്. ആ, അത് തന്നെ. പോരട്ടെ, ആ പോരട്ടെ. ആ നിലവിളി ശബ്ദം ഇട്ടോ. എന്നാ വേണ്ടേ?